എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ, നീക്കങ്ങൾ? ഒപ്പം ജില്ലാ കളക്ടർ, അവിടുത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരും അവിടെയുണ്ട്. അവരുടെ സാന്നിധ്യം കൂടി അവിടെ. ഇന്നലെ വൈകിട്ട് നടന്ന മീറ്റിംഗിന് ശേഷം, സ്ഥലം സന്ദർശിച്ചതിന് ശേഷം നിങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം അർജുന്റെ കുടുംബാംഗങ്ങൾ ചില ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആ പ്രകടിപ്പിച്ച ആശങ്കയുടെ ഭാഗമായി ജില്ലാ കളക്ടറുമായി ഒരു ചർച്ച നടത്തുകയും അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തന ഘട്ടത്തിൽ ഒന്ന് വരാനുള്ള അവസരം ഉണ്ടാകണമെന്നും പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു. അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല, പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ. ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം അതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായി 3 പാസ് 3 പേർക്ക് നൽകാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചു. പിന്നെ പോലീസുമായി ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പോലീസുമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ പരിഹാരം കാണാൻ ആദ്യം ഞങ്ങൾ SP-യുമായി ചർച്ച ചെയ്തു. SP-യുമായി ചർച്ച ചെയ്തതിനു ശേഷം കുടുംബാംഗങ്ങളും SP-യും എല്ലാവരും ഒരുമിച്ചിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്, അതുൾപ്പെടെ ചർച്ച ചെയ്തു. അതും ഒരു പരിഹാരം കണ്ടു പോകാൻ, എല്ലാവരും ഒരു ടീമായി നിന്ന് പോകുന്നത് പോലെ പോകണം എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാന്തൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ. അതിന് എല്ലാ ശ്രമവും ബന്ധപ്പെട്ടവർ നടത്തി. ഇന്ന് രാവിലെ ഒരു 10-10:30 അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്നലെ മീറ്റിംഗിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ഘട്ടത്തിൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നിർബന്ധമായും നമ്മൾ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ്. മീറ്റിംഗിലെടുത്ത തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണം. അത് എന്ത് പ്രയാസമോ പ്രശ്നമുണ്ടെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ, രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം, എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നേവിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേവിയുമായി ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിനും കർണാടക ഗവൺമെന്റിനും നേവിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. നേവിയുടെ മുങ്ങൽ സംഘം കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ, നേവിയുടെ മറ്റ് ഇടപെടലുകൾക്ക് മറ്റ് സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതങ്ങനെ. നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൌത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് നേവൽ സംഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ, ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലുള്ളവരുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ സംഘമുണ്ട്. അവർ വളരെ കോൺഫിഡന്റ് ആണ്. അവരൊരു 8-അംഗ സംഘമുണ്ട്. ആ 8-അംഗ സംഘം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ അക്കാര്യം പറയും. അവരെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് സൂചിപ്പിച്ചു. തഗ്ബോട്ട് സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? തഗ്ബോട്ടിന് നങ്കൂരമിടാൻ കഴിയും. ബോട്ടിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ വന്നു പോകുന്ന നിലയിലേക്കുള്ള തഗ്ബോട്ടിന്റെ സംവിധാനത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ടുള്ള തഗ്ബോട്ട് സംവിധാനം ഇവിടെ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടു കൂടി പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കദംബ നേവൽ ബേസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫ്ളാഗ് ഓഫീസറുമായി ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായി മറ്റിടങ്ങളിൽ ഇതിന്റെ എന്തെങ്കിലും സാധ്യതകൾ, നേവൽ ബേസിൽ നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംവിധാനങ്ങൾ, നമുക്കറിയാം രാജ്യത്ത് പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ നേവൽ ബേസുകളുണ്ട്. അവിടെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനോ ഇടപെടാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, അതിന് ഇടപെടണമെന്നുള്ള കാര്യം ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനിയായ ജില്ലാ കളക്ടർ ശ്രദ്ധപ്പെടുത്തി. ഞങ്ങൾ ആ കാര്യം ശ്രദ്ധപ്പെടുത്തി. അതിന്റെ ഭാഗമായി ആ കാര്യവും പൊതുവെ പരിശോധിക്കാമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൌത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും പൊതുവെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഈ നാട്ടറിവുകൾ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ഖലാസികളെ പോലെയുള്ള ഇവരെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഇത് അതുൾപ്പെടെ, അതും തഗ്ബോട്ടിന്റെ സംവിധാനവും സാധ്യതയും ഒക്കെ എങ്ങനെ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരിശോധിക്കും. ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമുക്ക് മറ്റ് സംവിധാനങ്ങളുടെ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കും. അല്ല, അത് കലക്ടർ പറയും. അതുമായി ബന്ധപ്പെട്ട് കലക്ടർ പറയും. ഇന്നലെ അങ്ങനെ ഉറപ്പിച്ച് നിശ്ചയിച്ചതായിരുന്നു. അതിൽ ചെറിയ തടസ്സം വന്നു. അപ്പോൾ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രയാസം രാവിലത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരുന്നു. ഒരു തരത്തിലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല. പാന്തൂൺ കൊണ്ടുവരണമെന്ന് നമ്മൾ മീറ്റിംഗിലെടുത്ത തീരുമാനമാണ്. അത് സാധ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനിയായ കലക്ടർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കലായ ചില പ്രശ്നമാണ് അവർ പറയുന്നത്. എന്തായാലും അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടല്ല, അത് അവിടെ DC അത് കൂടുതൽ വിശദീകരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലുള്ള സം ഇഷ്യൂസ് റിഗാർഡിംഗ് പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് പാന്തൂൺ DC വിൽ അതിലാണ് ഒരു പ്രധാന സ്ഥാനം. ഇവിടെയുള്ള നേവൽ ബേസ് ആണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ രാജ്യത്തെ ഏതെങ്കിലും നേവൽ ബേസിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ടീമിനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ അഭിപ്രായം പൊതുവെ അറിയിച്ചിട്ടുണ്ട്. ലോറിയുടെ കൃത്യമായ സ്പോട്ട്, ട്രക്കിന്റെ കൃത്യമായ സ്പോട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അല്ല, അതിന്റെ കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. DC കൂടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാവും. യോഗ തീരുമാനങ്ങൾ എന്തായാലും ശക്തമായി നടപ്പാക്കണമെന്നാണ് നമ്മുടെ കേരളം അങ്ങനെയല്ലേ ആവശ്യപ്പെടുന്നത്. യോഗ തീരുമാനങ്ങൾ ശക്തമായി നടപ്പാക്കണം. തീർച്ചയായിട്ടും നമ്മൾ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക. അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ തീരുമാനത്തിൽ പിന്നെ പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. എല്ലാ വശവും പരിശോധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഒരു തരത്തിലും പിന്നെ അതിന് പിറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. അത് ഞങ്ങളിന്ന് യോഗത്തിൽ ഞങ്ങളുടെ നിലപാടെന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, നേവൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ മുങ്ങൽ ഡൈവേഴ്സ് ആയാലും നേവിയുടെ മറ്റ് സാധ്യതകളായാലും ഇന്ത്യയിൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട നേവൽ ബേസ് ഉള്ളതുണ്ട്. നമുക്കറിയാം, ഞാൻ ഓരോന്നിന്റെ പ്രത്യേകിച്ച് പേര് പറയേണ്ടതില്ല. അവിടെയുള്ള സംഘത്തെ കൊണ്ടുവരാനോ അവിടെയുള്ള സംവിധാനത്തെ ഉപയോഗിക്കാനോ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് പരിശോധിക്കണം. അത് കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ഒക്കെ അത് ആവശ്യപ്പെട്ടു. ഞങ്ങൾ